ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പോയ ഉടനെ തന്നെ രശ്മിന്റെയും ജിൻഡോയുടെയും ഒരു അടിപൊളി തല്ല് നടക്കുന്നുണ്ട്. അതിൽ രശ്മിൻ അലറി വിളിക്കുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ മാക്സിമം നന്നായാണ് ഇയാളോട് നിന്നത്, ഇനി ജിൻഡോ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പരിഗണനയും പ്രതീക്ഷിക്കേണ്ട, നിങ്ങൾ കള്ളത്തരത്തിന്റെ രാജാവാണ് എന്നൊക്കെ രശ്മിൻ അലറി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ജിൻഡോ ആണെങ്കിൽ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല, നീയാണ് കള്ളത്തരത്തിന്റെ രാജ്ഞി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ ബീപ് സൗണ്ടും ഇടുന്നുണ്ട്. പിന്നെ നിന്റെ പരിഗണനയിലല്ലേ ഞാൻ ഇത്രയും നാൾ നിന്നത് എന്നൊക്കെ പറഞ്ഞ് ജിൻഡോയും നല്ലപോലെ തർക്കിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ രശ്മിൻ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം രശ്മിന്റെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടായിരുന്നു. ആ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഒരു സംയമനം പാലിക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കയറ് കെട്ടി നോറയും ജിൻഡോയും ഒക്കെ നടക്കുന്ന ടാസ്കില് രശ്മിൻ നോറയുടെ ഭാഗത്തുള്ള തെറ്റുകളെ പറയാൻ മടിക്കുന്നില്ല, ജിൻഡോനെ ഇടയ്ക്കൊക്കെ സപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഈ രശ്മിൻ ഇത് എന്ത് പറ്റിയെന്നുള്ളത്. എന്നാൽ രശ്മിൻ ജിൻഡോനോട് ഇത്രയൊക്കെ പൊളൈറ്റായിട്ട് നിന്നിട്ടും ലാലേട്ടൻ രശ്മിന്റെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ടുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ ജിൻഡോ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. ആള് ഫേവറിറ്റിസം കാണിക്കുന്നുണ്ടായിരുന്നു, തെറ്റുപറ്റിയ സമ്മതിക്കാത്ത ക്യാപ്റ്റനാണ്, അങ്ങനെയൊക്കെയുള്ള ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. ജിൻഡോ മാത്രമല്ല, അൻസിബയും നന്ദനയും ഒക്കെ രശ്മിന്റെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ട് പൊട്ട അഭിപ്രായം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും രശ്മിനെ നല്ലോണം ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിപത്രമായാണ് അങ്ങനെ ഒരു തല്ല് പിന്നീട് അരങ്ങേറുന്നത്. എന്തായാലും ദ റിയൽ രശ്മിൻ പുറത്തു ചാടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് രശ്മിൻ ജിൻഡോ ഫൈറ്റുകൾ കുറച്ചധികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം.